തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗ്ലൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ സഹായം തേടി ആരോഗ്യവകുപ്പ്. സുമയ്യയുടെ നെഞ്ചിനുള്ളിൽ കുടുങ്ങിയ ഗ്ലൈഡ് വയർ നീക്കം ചെയ്യുന്നതിന് വിദഗ്ധ അഭിപ്രായം തേടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അധികൃതർക്ക് കത്ത് നൽകി. അടുത്തയാഴ്ചയാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുക. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതിയുടെ നെഞ്ചിനുള്ളിൽ കുടുങ്ങിയ ഗ്ലൈഡ് വയർ എടുക്കുന്നതിന് സഹകരിക്കണമെന്ന ആവശ്യവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അധികൃതർക്ക് കത്ത് നൽകി. കാർഡിയോവാസ്കുലർ റേഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനമാണ് തേടുന്നത്. ഇവരുടെ സൗകര്യം കൂടി നോക്കിയ ശേഷം അടുത്തയാഴ്ച മെഡിക്കൽ ബോർഡ് യോഗം ചേരും. കാട്ടാക്കട കിള്ളി സ്വദേശിയായ എസ് സുമയ്യയുടെ ശരീരത്തിലാണ് ഗ്ലൈഡ് വയർ ഉള്ളത്. ബുധനാഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം എക്സ്റേ, CT സ്കാൻ എന്നിവ പരിശോധിച്ചിരുന്നു. 2.5 വർഷം മുൻപ് കുടുങ്ങിയ ഗ്ലൈഡ് വയർ എടുക്കാനാകുമെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധരുടെ പ്രതീക്ഷ. ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇതേക്കുറിച്ച് വിശദമായ ചർച്ച നടത്തും. ഗ്ലൈഡ് വയർ എടുക്കാമെന്ന് ശ്രീചിത്രയിലെ ഡോക്ടർമാർ കൂടി അഭിപ്രായപ്പെട്ടാൽ വൈകാതെ സുമയ്യയെ CT സ്കാനിങ്ങിന് വിധേയയാക്കും. ആവശ്യമെങ്കിൽ ആൻജിയോഗ്രാമും ചെയ്യും. ഗ്ലൈഡ് വയർ ഞരമ്പുകളിൽ ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ എടുക്കുന്നതിന് തടസ്സമില്ല. ചെറിയ രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും പുറത്തെടുക്കാൻ സാധിക്കുമെന്നും മെഡിക്കൽ ബോർഡിൽ അഭിപ്രായമുയർന്നിരുന്നു. 2023 മാർച്ച് 22-നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സുമയ്യയുടെ നെഞ്ചിൽ ഗ്ലൈഡ് വയർ കുടുങ്ങിയിട്ടുണ്ടെന്ന് ഏപ്രിലിലാണ് കണ്ടെത്തിയത്. ഉടൻ ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ അഭിപ്രായം തേടിയപ്പോൾ പുറത്തെടുക്കുന്നത് വെല്ലുവിളിയാകുമെന്നായിരുന്നു മറുപടി. അതിനാലാണ് അവിടുത്തെ സീനിയർ ഡോക്ടർമാരുടെ കൂടി അഭിപ്രായം തേടാൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചത്. ജനം, തിരുവനന്തപുരം.